വയനാട് ചൂരൽമല ദുരിതബാധിതർക്ക് സർക്കാർ നിർമ്മിക്കുന്ന വീടുകളിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുൻ അംഗം മുഹമ്മദ് ഖാസിം കോയ സന്ദർശനം നടത്തി. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഗ്രാമങ്ങൾക്ക് അത്യാധുനികതയുടെ നിറപ്പകിട്ടോടെ കൽപ്പറ്റ നഗരമധ്യത്തിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പുനർജനിക്കാൻ ഇനി ഒരേ ഒരു ദിവസം. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയിലെ സർവ്വതും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുക്കിയ ടൗൺഷിപ്പ് മാർച്ച് 1 മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിക്കും. 178 കുടുംബങ്ങളാണ് ആദ്യഘട്ടത്തിൽ ടൗൺഷിപ്പിൽ താമസം ആരംഭിക്കുന്നത്. ദുരന്തത്തിൽ ഭവനരഹിതരായ ഫേസ് 1 ഉൾപ്പെട്ടവർക്കായാണ് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീടുകൾ കൈമാറുന്നത്. 5 സോണുകളിലായി 410 വീടുകളാണ് നിർമ്മിക്കുന്നത്. 7 സെന്റിൽ 1000 ചതുരശ്ര അടിയിലാണ് മനോഹരമായ വീടുകൾ ഒരുക്കിയിരിക്കുന്നത്. മൊത്തം 1662 മനുഷ്യജീവിതങ്ങൾക്കാണ് ടൗൺഷിപ്പ് തണലും കരുത്തും കാവലുമാകുന്നത്. വയനാട് ചൂരൽമല ദുരിതബാധിതർക്ക് സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന വീടുകളിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുൻ അംഗം മുഹമ്മദ് ഖാസിം കോയ സന്ദർശനം നടത്തി. അത്ഭുതമാണ്. ഇവിടെ വന്ന് നോക്കിയെങ്കിലേ പറയാൻ പറ്റുള്ളൂ. സാധാരണക്കാർ ഒന്നും മനസ്സിലാവില്ല. എന്താണ് കൽപ്പറ്റ വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടെ ഇതുകൊണ്ടിരിക്കുന്ന എല്ലാം അവർക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനവും എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് കൊടുക്കാതെ വരുന്ന 1-ാം തീയതി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇന്ത്യ കണ്ട ലോകത്ത് ഏറ്റവും വലിയ വികസനം കാഴ്ചവെച്ച പ്രഗത്ഭരായ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ജനങ്ങൾക്ക് തള്ളി നിൽക്കാനും കഴിയില്ല. ജനങ്ങൾ ഹൃദയം പിടിച്ചു കഴിഞ്ഞതാണ്. അതിന് മറിച്ചിടാൻ മറ്റൊന്നും കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. അത് ഇവിടെ വന്നാൽ തന്നെ മനസ്സിലാവുള്ളൂ. കൽപ്പറ്റയിൽ ഒരു സാധാരണക്കാരന് ചെറിയൊരു ദിവസം ലീവ് എടുത്തുകൊണ്ട് ഒന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. ലോകത്ത് ഏറ്റവും ശക്തമായ ഒരു ആകർഷണ ഒരു സംവിധാനമാണ്. ഏകദേശം കൊടുക്കാൻ പോകുന്നത് കൊടുക്കാൻ പോകുന്നത് 1-ാം തീയതി. കാരണം 25 തീരുമാനിച്ചിട്ടുണ്ട്. മാറ്റി 1-ാം തീയതി ആക്കിയിട്ടുണ്ട്. വിഷമം കൊണ്ട് പിന്നെ അന്ന് വരാൻ പോകുന്ന ഹോസ്പിറ്റൽ വരുന്നുണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റ് മാള്, വലിയ മാളാണ് വരുന്നത്. പിന്നെ സ്കൂളുകൾ, പിന്നെ ഡേ കെയർ, പിന്നെ ഈ പ്ലേ ഗ്രൗണ്ട് ആയിട്ട് എല്ലാ സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു കൊടക്കയിൽ എല്ലാം ഉണ്ട്. ഒന്നിനും പുറത്ത് പോകണ്ട. അത്തരത്തിലുള്ള സെറ്ററാണ്. അല്ല 7 സെന്റ് സ്ഥലത്ത് 2 ബെഡ്റൂം, ഒരു മാസ്റ്റർ ബെഡ്റൂം, 2 കിച്ചണായിട്ട്, സ്റ്റോറായിട്ട് എല്ലാ സൗകര്യത്തിലും, പിന്നെ ഫുൾ കോമ്പൗണ്ട് വാള്, പിന്നെ അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നല്ല ഇത്രയും നല്ലൊരു സിറ്റി ജീവിതത്തിൽ കാണാൻ പറ്റില്ല. അതാണ് പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല സിറ്റി, നല്ലൊരു വീട്. അവർ തന്നെ ഒന്നുമില്ല. കാരണം അതിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഈ ബെഡുകളായാലും ഇതായാലും എല്ലാ ഫർണിച്ചറുകളായാലും എല്ലാം സെറ്റായിട്ട് കൊടുക്കുന്നു. നമ്മൾ ഈ സർക്കാർ കൊടുക്കുന്നുണ്ട്. മറക്കമില്ല. കാരണം ചൂരന്മല പോയി വരുന്ന സങ്കടപ്പെടുന്ന ആൾക്കാർക്ക് ഈ വീട് കണ്ടിട്ട് സന്തോഷം ഇവർക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അവരത് പിന്നെ പറയുന്നുണ്ട്. ഞങ്ങൾ ഇത് കിട്ടിയത് ഒരു ബംഗ്ലാവായിട്ട് അവർ കാണുന്നത്.